ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇതിപ്പോൾ നമ്മൾ ട്രക്കിംഗ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പ്രയർ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ട്രക്കിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ട്രക്കിങ്ങിൻ്റെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് സമയവും വീഡിയോൻ്റെ എഡിറ്റിങ്ങും ഒക്കെ നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു. അതുകൊണ്ടാണ് ഇത്ര വൈകിട്ടായാലും ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പ്രയർ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ട്രക്കിങ്ങിന് ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ ടീം എല്ലാവരും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇത്തിരി വലിയൊരു കാടല്ല എങ്കിൽ പോലും അത്യാവശ്യം ഒരു നേച്ചറിൻ്റെ ബ്യൂട്ടിയും, പിന്നെ ഇതൊരു ലേക്കിൻ്റെ സൈഡിലാണ്. ഇപ്പം ലേക്കിൻ്റെ സൈഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ലൊരു ബ്യൂട്ടിഫുള്ളാണ് ഇവിടുത്തെ വ്യൂ. ഓക്കെ, ഞാൻ എന്തായാലും ഇതുപോലത്തെ ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് വളരെ നല്ലതാണ്. കാരണം ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ ഒരു നേച്ചറായിട്ട് കുറച്ചും കൂടി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടൂറുകൾ പോവുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം നമുക്ക് നമ്മുടെ ഒരു മനസ്സെല്ലാം, നമ്മുടെ സ്ട്രെസ്സും സ്ട്രെയിനെല്ലാം പോവും. നമുക്ക് വലിയ തലവേദന ഇല്ലാണ്ട് നടക്കുകയും ചെയ്യാം. ഓക്കെ, നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ ഈ വ്യൂ. എൻ്റെ ഫോൺ ക്യാമറയിൽ എടുത്തതാണ്, അതുകൊണ്ട് അത്ര ക്ലിയറിറ്റി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ അങ്ങനെ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു പൊസിഷനിൽ നിന്ന് ഇവിടെ നല്ലൊരു ഫോട്ടോ എടുക്കാനുള്ള ഫ്രെയിമുണ്ട്. ഓക്കെ, നമ്മുടെ ആൾക്കാരൊക്കെ കയറി തുടങ്ങി. അപ്പോൾ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ റെഡിയാവാം. ഞാനിപ്പോൾ അവരോടൊപ്പം നിൽക്കണം. ഇപ്പോൾ വീഡിയോ അടുത്തതിനായിട്ട് കണ്ടിന്യൂ ചെയ്യാം. കുഴപ്പമില്ല, വീഡിയോ ഞാൻ കറക്റ്റായിട്ട് തന്നെ പോവാം, കട്ട് ചെയ്യാണ്ട് തന്നെ പോവാം. ഓക്കെ, ഫോട്ടോന് പോസ് ചെയ്യാൻ നിൽക്കണം. എവിടേക്കാണ് നിൽക്കേണ്ടത് എന്നൊരു പിടുത്തമില്ല. ഓക്കെ, നമ്മൾ ഫോട്ടോ എടുത്തു. ഓക്കെ, നമ്മൾ അടുത്ത നമ്മുടെ ജേണി വീണ്ടും യാത്ര ചെയ്യാണ്. നമുക്ക് ഒരു കുർബാന അർപ്പിക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടെത്താനുണ്ട്. ഓക്കെ, ഇവിടെ കപ്പിൾസും അതുപോലെ തന്നെ എല്ലാവരും വന്നിരിക്കുന്നു. ജർമ്മനിയിൽ ഇവർക്ക് ഇവിടെ സൈക്ലിങ്ങിനും ഒക്കെ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. നിങ്ങൾ ബെർലിനിലുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ടാഗൽ ഫോറസ്റ്റ് എന്തായാലും കാണണം. ഞാനിത് കണ്ടപ്പോഴാണ് എനിക്ക് വളരെ ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അനുഭവം തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്കിപ്പോൾ അവരുടെ ഒപ്പം തന്നെ നടക്കാം. നമ്മൾ എത്താൻ കുറച്ചും കൂടി സമയമെടുക്കും. ഓക്കെ, നല്ല സ്പോട്ടാണ്. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ അല്ല, അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും നമ്മൾ അങ്ങോട്ടല്ല നമ്മുടെ വ്യൂ. ഓക്കെ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീമെല്ലാം കുറച്ച് ഫ്രണ്ടിലാണ്, എങ്കിലും നമ്മൾ പോവാണ്. ഓക്കെ, നമുക്കിവിടെ ഒരു ബ്രിഡ്ജുണ്ട്. നല്ല ഒരു വ്യൂ ആണ്. ഓക്കെ, നമ്മുടെ കുറച്ച് ടീം നമ്മുടെ പുറകിലുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ അതിൻ്റെ ഇടയിൽ നടക്കുകയാണ്. പിന്നെ ഷെയ്ക്കുണ്ട്. കാരണം ഞാനിവിടെ ഈ ട്രക്കിങ് ഇവിടെ നല്ലൊരു പ്രതലമല്ല. പിന്നെ നമ്മുടെ ഫോൺ ക്യാമറയിലാണ് എടുക്കുന്നത്. ധാരാളം സൈക്ലിങ്ങൊക്കെ നല്ലൊരു ഫോട്ടോസ് പോസ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ടീമെല്ലാം ഫോട്ടോ എടുക്കുകയാണ്. നമുക്ക് പക്ഷേ അതിന് നേരം ഇവിടെ ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും നിൽക്കാൻ പറ്റുക. നമുക്ക് ഉടനെ കുർബാന അർപ്പിക്കാനൊരു സ്ഥലം കണ്ടുപിടിക്കണം. അതിനുള്ള യാത്രയാണ്. ഓക്കെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ടീം കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ എത്തിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അത് ഞാൻ കുറച്ച് സ്പീഡിൽ പോകാൻ ശ്രമിക്കണം. അപ്പോൾ ഷെയ്ക്ക് ആവണ്. പിന്നെ പ്രതലൊന്നും നല്ലതല്ല, നിങ്ങൾക്കറിയാമല്ലോ ട്രക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്. എൻ്റെ വീഡിയോ കുറച്ച് ഷെയ്ക്കാണ്, എങ്കിൽ പോലും കുഴപ്പമില്ല. നിങ്ങൾക്ക് കാണാവുന്നതിൻ്റെ മാക്സിമം നല്ല രീതിയിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മളൊരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫറോ അല്ലെങ്കിൽ നല്ലൊരു യൂട്യൂബറോ ഒന്നുമല്ല. ഒക്കെ ഒരു സ്റ്റാർട്ടിങ് ഇതിനാണ്. നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ കൂടെ വരുമ്പോൾ ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരു ചെറിയ സ്പേസിലൂടെയാണ് നടന്നുകൊണ്ട് നമ്മളൊരു ടീമായിട്ട് നടന്നു പോകാണല്ലോ. അപ്പോൾ വീഡിയോ നല്ല രീതിയിലൊക്കെ എടുക്കാൻ പറ്റും എന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ കാടിൻ്റെ ഏകദേശം ഉൾപ്രദേശത്തോട്ട് കിടക്കുകയാണ്. നമ്മൾക്ക് ഇങ്ങനൊരു സ്പോട്ട് കിട്ടി. ഇതുവഴി നല്ലൊരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട് ലേക്കിൻ്റെ തന്നെ. ഓക്കെ, നമ്മൾ ഇതുവഴി ഒരു
നല്ലൊരു വീഡിയോ ഞാൻ പറ്റിയെങ്കിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതിനൊപ്പം ചേർക്കാൻ പറ്റും നോക്കട്ടെ. ഓക്കെ ഓക്കെ നമുക്ക് ഇതിവിടെ ഒരു നല്ല സ്പോട്ട് ഉണ്ട് തോന്നണം. ഓക്കെ അതാണ്. ഞാൻ നല്ല സൂമിട്ട് നോക്കുന്നുണ്ട്, പരമാവധി കിട്ടുന്ന നോക്കട്ടെ. അതെ, നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു വ്യൂ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് കടന്നു. കുറച്ച് വീഡിയോസ് ഞാൻ ട്രിം ചെയ്യുന്നുണ്ട്, കാരണം നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തതാണ്, പക്ഷേ നമുക്കെല്ലാം കൂടി ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ പലതും ഷെയ്ക്കിംഗ് ആണ്. ഓക്കെ, നമുക്കൊരു സ്ഥലം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു തെരച്ചിലാണ്. കാടിൻ്റെ കുറച്ച് ഉൾവശമാണ്, റോഡില്ല. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിലാണ് ഷെയ്ക്കിംഗ് വരുന്നത്. എങ്കിലും ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടീമായിട്ടാണല്ലോ നമ്മൾ നടന്നു പോകുന്നത്. ഓക്കെ, നല്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഫോറസ്റ്റാണിത്. കാരണം നല്ല ട്രീസ്. ഇങ്ങനത്തെ ഒരു എക്കോ ടൂറിസം മോഡൽ നമ്മുടെ നാട്ടിലും ഒക്കെ നല്ല ഉണ്ടെങ്കിലും അതൊക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു എക്കോ ടൂറിസം നല്ലൊരു ഗ്രീനറിയും എല്ലാം നല്ലൊരു അനുഭവമാണ്. കാരണം നമ്മൾ കുറച്ച് നേരം നടക്കുമ്പോൾ തന്നെ, ഏതും പ്രത്യേകിച്ച് നല്ല ഫ്രഷ് എയർ ശ്വസിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഇവിടെയുള്ള എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ മാറും. കാരണം അത്രയ്ക്ക് സ്ട്രെസ്സുള്ള ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റുന്നൊരു ടൂറാണ്. ഞാൻ എപ്പോഴും അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ആൾക്കാരൊക്കെ എവിടെയാണ് നിൽക്കണേന്ന് അറിയില്ല. എവിടെയാണ് ഒരു സ്ഥലം കണ്ടുപിടിക്കാനും അറിയത്തില്ല. നല്ലൊരു ഗ്രീനറി സ്പോട്ടൊക്കെയാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.